നമസ്കാരം. മലയാളികൾക്കൊക്കെ തന്നെ മഹീന്ദ്ര വണ്ടികളോട് വല്ലാത്ത പ്രിയമാണ്. മലയാളികൾ എന്ന് പറയാൻ മാത്രമാകില്ല, എല്ലാ വണ്ടി പ്രേമികൾക്കും മഹീന്ദ്ര വണ്ടികളോട് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. ഓഗസ്റ്റ് 15 അടുത്ത കാലത്ത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പുറത്തിറക്കിയ SUVകളെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ ഹിറ്റായി മാറിക്കഴിഞ്ഞു. 2020 സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നാണ് കമ്പനി രണ്ടാം തലമുറക്കാരനായ താർ ലൈഫ് സ്റ്റൈൽ SUV പുറത്തിറക്കിയത്. ഇതോടെ തന്നെ എല്ലാവർക്കും ഈ വണ്ടിയോടുള്ള ആകർഷണവും കൂടി. പിന്നീട് ഓഫ് റോഡ് പ്രേമികളുടെ ഇഷ്ടവാഹനമായി ഇത് മാറി എന്ന് തന്നെ പറയണം. താർ സെഗ്മെന്റ് ഭരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വർഷം താറിനെ പൂട്ടാനായി മാരുതി സുസുക്കി സാക്ഷാൽ ജിംനിയെ ഇറക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും ഫലവത്തായില്ല എന്ന് പറഞ്ഞേ മതിയാവൂ. ഐക്കണിക് മോഡലായ ജിപ്സിയുടെ പിൻഗാമിയായി 5 ഡോർ അവതാരത്തിൽ വിപണിയിലെത്തിയ ജിംനിക്ക് പക്ഷെ തുടക്കത്തിൽ ഉണ്ടാക്കിയ ഓളം പിന്നീട് നിലനിർത്താൻ സാധിച്ചില്ല എന്ന് പറയണം. പക്ഷെ താറിന് വർഷങ്ങളോളം നിലനിർത്താൻ പറ്റുന്ന ആ മിന്നുന്ന തിളക്കത്തെ മറികടക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. 2024 ഏപ്രിൽ മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തു വരുമ്പോൾ താറും ജിംനിയും തമ്മിലുള്ള വിൽപ്പനയിൽ അന്തരം കൂടിക്കൂടി വരികയാണെന്ന് പറഞ്ഞേ മതിയാകൂ. മാരുതി വിൽക്കുന്ന ജിംനിയുടെ എണ്ണത്തേക്കാൾ 24 മടങ്ങ് താറുകളാണ് വിറ്റുപോകുന്നതെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതെ, നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കണക്കുകൾ പോകുന്നത്. വിൽപ്പനയിൽ താറിന്റെ 7 അയലത്ത് പോലും ജിംനി ഇല്ല എന്ന് പറഞ്ഞേ മതിയാകൂ. ഈ വർഷം ഏപ്രിലിൽ മഹീന്ദ്ര 6160 യൂണിറ്റുകൾ താർ വിറ്റഴിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ മാസത്തിൽ 5302 യൂണിറ്റ് ആയിരുന്നു വിൽപ്പന. 16% വാർഷിക വിൽപ്പന വളർച്ചയാണ് താർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 മാർച്ച് മാസത്തിലുള്ള വിൽപ്പനയുമായി ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളർച്ച 2% എന്ന് തന്നെ പറയാം. 6049 യൂണിറ്റ് ആയിരുന്നു മാർച്ചിലെ വിൽപ്പന. മാരുതി സുസുക്കി ജിംനിയുടെ വിൽപ്പന പരിശോധിക്കുമ്പോൾ ഏപ്രിൽ മാസവും അവർക്ക് വളരെ മോശമായിരുന്നു. ഏപ്രിലിൽ 257 യൂണിറ്റ് വിൽപ്പന മാത്രമാണ് മാരുതി സുസുക്കി ജിംനിക്ക് നേടാനായത്. 2023 ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച 5 ഡോർ ജിംനിയുടെ വില പ്രഖ്യാപനം കഴിഞ്ഞ ജൂണിലായിരുന്നു. അതുകൊണ്ട് തന്നെ SUVയുടെ വാർഷിക വളർച്ചയും ഇടിവും ഒന്നും കണക്ക് കൂട്ടാൻ നിർവാഹമില്ല. മുൻമാസമായി 2024 മാർച്ചുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജിംനിയുടെ വിൽപ്പനയിൽ 19% ഇടിവ് നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥ കണക്ക്. മാർച്ച് മാസത്തിൽ ജിംനിയുടെ മൊത്തം വിൽപ്പന 318 യൂണിറ്റ് ആയിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ജിംനിയുടെ വിൽപ്പന കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ഇന്ത്യൻ വിപണിയിൽ താർ ജിംനിയെ തോൽപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ തന്നെ ഒരുപിടി സംഗതികളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് കുറഞ്ഞ പ്രാരംഭ വില. റിയൽ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് കോൺഫിഗറേഷനുകൾക്കൊപ്പം താർ വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം ജിംനി 4 വീൽ ഡ്രൈവിനൊപ്പം മാത്രമാണ് സ്റ്റാൻഡേർഡ് വരുന്നത്. അത് എല്ലാവർക്കും ആവശ്യമില്ല. 10,50,000 രൂപ മുതലാണ് താർ RWD വേരിയന്റുകളുടെ വില ആരംഭിക്കുന്നത്. 13.87 ലക്ഷം രൂപ മുതൽ 4 WD വേരിയന്റുകളുടെ വില തുടങ്ങുന്നു. അതേസമയം 12.74 ലക്ഷം രൂപയാണ് ജിംനിയുടെ പ്രാരംഭ വില. ടോപ്പ് എഡ്ജ് വേരിയന്റിന് 15.05 ലക്ഷം രൂപയാണ് മുടക്കേണ്ടത്. ഉപഭോക്താക്കളെ ആകർഷിക്കാനായാണ് ലക്ഷങ്ങൾ ഓഫറിട്ട് നോക്കിയെങ്കിലും ജിംനിക്ക് വിൽപ്പന ഉയർത്താൻ സാധിച്ചിരുന്നില്ല. ബേസ് വേരിയന്റിന്റെ കുറഞ്ഞ വില ഒരുപാട് ടാറുകളിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ താറിന്റെ വിജയത്തിന് പിന്നാലെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് അതിന്റെ ഒന്നിലേറെ പവർ ട്രെയിനുകൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ്. ലൈഫ് സ്റ്റൈൽ SUV നിങ്ങൾ പെട്രോൾ, ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾക്ക് വാങ്ങാൻ സാധിക്കുന്നു. അതേസമയം ജിംനി പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമേ ലഭ്യമാകൂ. 2 SUVകളും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ താർ കൂടുതൽ ജനപ്രിയമാകാനുള്ള മറ്റൊരു പ്രധാന കാരണം പവർഫുൾ എഞ്ചിൻ കൂടിയാണ് എന്ന് പറയണം.